ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഗോർമേ ക്രോസ് ബോർഡേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് വളരെ നല്ല ടേസ്റ്റുള്ള ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാൻ കേക്കായാലും നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം വളരെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമെല്ലാം തുടച്ചുണക്കിയതായിരിക്കണം, നനവുണ്ടാകരുത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മുട്ട ഒരു വലിയ മുട്ടയാണ്, ഒരു 64 ഗ്രാം ഉണ്ട്. നല്ലത് വൈറ്റാണ്. അപ്പോൾ അതിൽ ബാലൻസറൊക്കെ എടുത്ത് മാറ്റിയതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഞാൻ ബ്രൗൺ ഷുഗർ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ല തരിയില്ലാത്ത നല്ല ഫൈൻ ഷുഗർ ആണെങ്കിൽ അതെടുക്കുക. ഇത് നല്ല പൊടിച്ച പഞ്ചസാരയാകുമ്പം പെട്ടെന്ന് അതിലങ്ങ് മെൽറ്റായി കിട്ടും നമുക്ക്. അത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി അങ്ങ് വയ്ക്കും. നമ്മൾ മാവിലോട്ട് ഡയറക്റ്റ് ഒഴിച്ചിട്ടാണ് അതിലങ്ങ് മിക്സാക്കുക. നമ്മൾ വേഗം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി നമുക്ക് മാവ് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും സിന്നമോൺ ചേർത്തിട്ട്. അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ സിന്നമോൺ പൗഡർ. സിന്നമോൺ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട, ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതാണ്. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇതിൽ കൂടെ ഒന്ന് മിക്സാക്കി അരിച്ച് ഞാനിട്ടിട്ട് പിന്നെ അതിൽ നമുക്ക് ബാക്കിയുള്ള ചേർക്കാം. ഇനി ഇത് ബാക്കിയുള്ളത് ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്തത് കളയാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്പൂൺ കൊണ്ട് ചെയ്തത്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. വേണമെങ്കിൽ 1-2 തവണ ഒന്ന് ഇങ്ങനെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ലവണ്ണം മിക്സാക്കാം. സ്പൂണോ വിസ്കോ യൂസ് ചെയ്യാം, രണ്ടിലേത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് അടിച്ച് വെച്ച മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ ഈ മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് പിന്നെ ഷുഗർ ചേർത്ത് അങ്ങനെയൊക്കെ ആക്കിയ ശേഷമാണ് മാവ് ചേർക്കുന്നത്. മുട്ട ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെൽറ്റഡ് ബട്ടർ ആണ് ഞാനിതിൽ ചേർക്കുന്നത്. അതും മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. ഒരു 30 ഗ്രാം ഉണ്ടത്. ഷുഗറും 30 ഗ്രാമാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്തത്. മെൽറ്റഡ് ബട്ടറും 30 ഗ്രാമാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ഞാനൊരു 1/2 കപ്പ് പാലാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. മിക്കവാറും 1/2 കപ്പും ചിലപ്പോൾ 1 സ്പൂണ് ചേർക്കും, ചിലപ്പോൾ 1/2 സ്പൂണ് ചേർക്കും. നമ്മുടെ ആ മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ വളരെ തിക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ പിന്നെ ചേർത്താൽ മതി. എന്നിട്ടും ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്താൽ ആദ്യം ഒരു 1/2 കപ്പ് എടുത്ത് വെച്ചിരുന്നാൽ മതി. പക്ഷേ മിൽക്ക് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, മുട്ട റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, എല്ലാം റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നമ്മളെ തണുത്ത സാധനം, തണുത്ത പാലും തണുത്ത മുട്ടയൊന്നും എടുത്ത് ഒരിക്കലും കേക്കിനോ പാൻ കേക്കിനോ ഒന്നും ഉപയോഗിക്കരുതെന്നുള്ളത് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പിന്നെ മെൽറ്റഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ അതും നോർമലായിരിക്കണം, ഒട്ടും ചൂട് കാണരുത്. അതും തണുത്തിരിക്കുന്നതായിരിക്കും, തണുക്കത്തില്ല. മെൽറ്റ് ചെയ്താൽ പിന്നെ അത് തണുപ്പ് കാണില്ല. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് പെട്ടെന്നൊന്ന് മിക്സാക്കി വിസ്ക് കൊണ്ട് തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. വിസ്ക് ചെയ്ത ശേഷം നമുക്ക് ഒന്നുമില്ല. ഇനി നമുക്കൊരു നല്ല ചൂടായിരിക്കുന്ന പാൻ കേക്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം പാൻ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. 1/2 മണിക്കൂർ പോലും വേണ്ട ഇതിന്. എനിക്കിത് കുറച്ച് കട്ടിയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ കുറച്ചുകൂടി പാൽ പുറത്ത് വെച്ചിരുന്നു. ഞാൻ പ്ലെയിൻ ഫ്ലവറാണ് ഉപയോഗിച്ചത്, മൈദ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആൾ പർപ്പസ് ഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ കട്ടി കൂടി പോകണമെന്ന് തോന്നുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടി ചേർത്താൽ മതി. അതിങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വളരെ തിന്നായിട്ടുള്ള പാൻ എടുക്കരുത്. ഇച്ചിരി കട്ടിയുള്ള പാനായിരിക്കണം എപ്പോഴും നല്ലത്. ഞാൻ നല്ലവണ്ണം ഒന്ന് വൈപ്പ് ചെയ്തിട്ടിട്ട് നമുക്ക് കൊണ്ട്
പാൻ കേക്ക് ഉണ്ടാക്കാം. ഇതിലല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തൂത്ത് കൊടുക്കണം. ഞാനല്പം ബട്ടർ തൂത്ത് ഇല്ലാതെയും നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് ചൂടായിരിക്കുന്ന പാനിലോട്ട് ഒരു 1/4 കപ്പ് വരില്ല, അല്പം കൂടെ കുറവുണ്ട്. ഞാനിങ്ങനെ ഇത് നിറയെ ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു അധികം ചൂട് കൂടുതലും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഈ സൈഡൊക്കെ ഒന്ന് വെന്ത് ബബിൾസ് നന്നായിട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകും. അപ്പം നല്ല കളറിൽ ഇതുപോലെ ഇരിക്കും. എനിക്ക് 1 മിനിറ്റ് 14 സെക്കൻഡ് എടുത്ത് കണ്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഇത് 1 മിനിറ്റോളം വരും, അത്രയും കുക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പാൻ, നിങ്ങളുടെ സ്റ്റൗ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഒരെണ്ണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിംഗ് മനസ്സിലാവും. കണ്ട, ഇത് 2 വശവും നല്ല ഗോൾഡൻ കളറായി നല്ല ഫ്ലഫിയായി. അപ്പോൾ ഇതുപോലെ നമുക്കിനി ഓരോന്നും ചുട്ടെടുക്കാം. സൈഡെല്ലാം നല്ല ഒരു ചെറുതായിട്ട് വെന്ത് ബബിൾസൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയായാലും നിങ്ങൾ അറിയിപ്പിക്കണം. ഇത് വളരെ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെനിക്ക് 1 കപ്പ് കൊണ്ട് ഒരു 6 പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു 1/4 കപ്പോ 1.5 കപ്പാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു 6 പാൻ കേക്കാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.